ഇന്നത്തെ +1 സോഷ്യോളജിയുടെ ആൻസർ കീയാണ് നാം പറയുന്നത്. മാർച്ച് 2024 നടന്ന +1 സോഷ്യോളജിയുടെ ആൻസർ കീയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് രാവിലെയും ഇന്നലെയുമായി നാം പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നില്ലേ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും എല്ലാം അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. +1 ഇനി ഒരു എക്സാം കൂടിയുള്ളൂ. നന്നായി പഠിക്കുക പൊളിറ്റിക്സ് കേട്ടാ. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം +2ൻ്റെ ക്ലാസ്സും നമ്മുടെ +1 ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നാം പഠിക്കുന്നതാണ്. +2ൻ്റെ ഈ ഇടവേളയിൽ പിന്നെ അവധിക്കാലത്ത് നാം എന്ത് ചെയ്യുന്നു? +2ൻ്റെ ക്ലാസ് കൂടി അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നോക്കാം, ചോദ്യം നോക്കല്ലേ. ഒന്നാമത്തെ ചോദ്യം, ദ എക്സിസ്റ്റൻസ് ഓഫ് സ്ട്രക്ചറൽ ഇനീക്വാളിറ്റീസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി ഈസ് കോൾഡ്. ആൻസർ ഏതാ? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് അല്ലേ. സമൂഹത്തിലെ ഗണങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വമാണ് സാമൂഹിക ശ്രേണീകരണം. രണ്ടാമത്തെ ചോദ്യം, എ സോഷ്യൽ പൊസിഷൻ വിച്ച് എ പേഴ്സൺ ബൈ ബർത്ത്. ഒരു വ്യക്തിക്ക് ജനനം കൊണ്ട് ലഭ്യമാകുന്ന സാമൂഹ്യ സ്ഥാനമാണ് ആരോപിതം. ആൻസർ ശരിയാണോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. കിൻഷിപ്പ് ത്രോ ബ്ലഡ് റിലേഷൻ ഓർ കോമൺ ആൻസെസ്ട്രി ഇസ് കോൾഡ്. രക്തബന്ധം വഴിയോ പൊതുപൂർവികത്വം വഴിയോ ഉണ്ടാകുന്ന ബന്ധുത്വമാണ് എന്ത്? സഗോത്ര ബന്ധുത്വം. സഗോത്ര ബന്ധുത്വം ക്ലിയർ അല്ലേ? കോൺസാഗിനസ് കിൻഷിപ്പ്. ബന്ധുത്വം രണ്ട് തരമുണ്ട്. ഒന്ന് അഫീനൽ കിൻഷിപ്പ്, കോൺസാഗിനസ് കിൻഷിപ്പ് അല്ലേ. വൈവാഹിക ബന്ധുത്വം, സഗോത്ര ബന്ധുത്വം. ഇവിടെ ആൻസർ ഏതാണ്? സഗോത്ര ബന്ധുത്വമാണ്. അടുത്ത ചോദ്യം, ഹു റോഡ് ദ ബുക്ക് സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? ഇന്നുകൂടി നാം പറഞ്ഞിട്ടുള്ളൂ. ഇത് ആവർത്തിച്ച് ചോദിക്കും. നമ്മുടെ പാർട്ട് 3 3 പാർട്ടുകളും കണ്ട കുട്ടികൾക്കറിയാം. ഇത് സുഖമായിട്ട് അവർ ഉത്തരം എഴുതിയിട്ടുണ്ടാകും. വില്യം ഫൂട്ട് വൈറ്റ്, സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി. നിങ്ങൾ ഈ വൺ വേർഡിൽ എത്ര മാർക്കിന് എത്ര ഉത്തരങ്ങൾ ശരിയായെന്ന് കമൻറ്റ് ചെയ്യണേ. വില്യം ഫൂട്ട് വൈറ്റ്, സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്ന പുസ്തകം രചിച്ചതാരാ? വില്യം ഫൂട്ട് വൈറ്റ്. അഞ്ചാമത്തെ ചോദ്യം എന്താ? എ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ റിസർച്ചർ ആൻഡ് ദ റെസ്പോണ്ടന്റ് ഈസ് നോൺ ആസ്. ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള മുഖാമുഖ സംഭാഷണത്തെ ഏത് പേരിനെ വിളിക്കുക? അഭിമുഖം, ഇന്റർവ്യൂ എന്നാണ് വിളിക്കുക. 5 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്. താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? സംഘട്ടനം, കോൺഫ്ലിക്റ്റ് ആണ് അല്ലേ. കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം തന്നെയാണ്. വീണ്ടും ആവർത്തിച്ചു. താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ ഏത് പേരാണ് വിളിക്കുക? സംഘട്ടനം. ഏഴാമത്തെ ചോദ്യം, വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈസ്. ഹരിതഗ്രഹവാതങ്ങൾക്ക് ഒരു ഉദാഹരണം മീഥേൻ. അടുത്ത ചോദ്യം എട്ടാമത്തതാണ്. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ഫ്രം ബിലോ. താഴെ പറയുന്നതിൽ നിന്ന് മനുഷ്യനിർമ്മിത പാരിസ്ഥിതിക ദുരന്തത്തിന് ഉദാഹരണം എഴുതുക. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയാണ് ഉത്തരം. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വർഷം 1984. മറ്റൊരു ദുരന്തം ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ചെർണോബിലെ ദുരന്തം എഴുതണമെന്ന് അല്ലേ. ചെർണോബിലെ ദുരന്തം അല്ലെങ്കിൽ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയാണ് ഇവിടുത്തെ ആൻസർ. 9ാമത്തെ ചോദ്യം, ഹു റോഡ് ദ ബുക്ക് ദ എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്. ദ എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്ന ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? മതപരമായ ജീവിതത്തിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ അല്ലേ. ഇതിന്റെ ഉപജ്ഞാതാവ് എമിൽ ഡർക്കേമാണ് അല്ലെങ്കിൽ എമിൽ ദുർക്കേമാണ്. 10ാമത്തെ ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ ഈസ് അല്ലെങ്കിൽ വർഗസമരം എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമ്പിളാണ് അല്ലേ. കാൾ മാക്സ്. DP മുഖർജി ആണെങ്കിൽ ലിവിങ് ട്രഡീഷൻ, ജൈവ പാരമ്പര്യം. GS ഗുരെ കാസ്റ്റ് ആൻഡ് ജാതിയുമായി ബന്ധപ്പെട്ട് ജാതിയും വംശവും. പിന്നെ 10 എത്ര മാർക്ക് കിട്ടിയേക്കും നിങ്ങൾക്ക്? നിങ്ങളൊരു നോക്കിയില്ലേ എത്ര മാർക്ക് ഉണ്ട്? കമൻറ്റ് ചെയ്യ്, ഇപ്പം തന്നെ ചെയ്യ്. കഴിഞ്ഞ എക്സാമിന് എത്രത്തോളം മാർക്ക് ഈ 10 ചോദ്യത്തിൽ എത്രണ്ണം നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് അടുത്ത ചോദ്യം നോക്കാം. ഒരു ഭാഗത്ത് എതിർപ്പ് കോൺടെസ്റ്റേഷൻ, അതോറിറ്റി അധികാരം, നിയമം ലോ, കുറ്റകൃത്യം ക്രൈം, ഗേറ്റഡ് കമ്മ്യൂണിറ്റി ബന്ധിത സമുദായം. മറ്റൊരു സ്ഥലത്തെ കോഡിഫൈഡ് നോംസ്, ക്രോഡീകരിച്ച ചട്ടങ്ങൾ, കൗണ്ടർ കൾച്ചർ, പ്രതിസംസ്കാരങ്ങൾ, വയലൻസ് ഹിംസ, ലെജിറ്റിമേറ്റ് പവർ, നിയമാനുസൃത ശക്തി, സിറ്റി നഗരം.
ആൻസർ ഏതാണ്? നോക്ക്. ആദ്യ ചോദ്യം എതിർപ്പ്. ഇതെന്താണ്? കൗണ്ടർ കൾച്ചറാണ്, പ്രതിസംസ്കാരങ്ങളാണ് ആൻസർ. രണ്ടാമത്തത് അധികാരം, അതോറിറ്റി. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിയമാനുസൃത ശക്തി, ലെജിറ്റിമേറ്റ് പവർ. അടുത്ത ചോദ്യം നിയമം, ലോ. അതേതാ? കോഡിഫൈഡ് നോംസ്, ക്രോഡീകരിച്ച ചട്ടങ്ങൾ. അടുത്തത് ക്രൈം, കുറ്റകൃത്യം. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയലൻസ്, ഹിംസ, അല്ലേ? അടുത്തത് ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നേരെ തന്നെ നഗരം, സിറ്റി. ക്ലിയർ അല്ലേ? ഇത്രയാണ് വൺ വേർഡും അതേപോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനും. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ ക്ലാസ് കേട്ടവർക്ക് അറിയാം, അതേ ചോദ്യങ്ങളല്ല വന്നിട്ടുള്ളത്. ഓക്കെ, ആവശ്യമെങ്കിൽ മാത്രം പാർട്ട് 2 നാം ചെയ്യുന്നതാണ്. താങ്ക് യു ഓൾ.